ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റൽ പട്ടത്ത് പ്രധാന വാസ്കുലർ സർജനാണ്. ഇന്ന് ഞാൻ ഒരു വിശദീകരണ രൂപേണയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തെന്നാൽ വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി എന്നാൽ അത് ഏതുതരം രോഗമാണ്, അതിനെങ്ങനെയാണോ ഉണ്ടാവുന്നത് എന്നെല്ലാം ഇപ്പോഴും പല ആൾക്കാർക്കും അത്ര നന്നായി മനസ്സിലായ ഒരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. പല അസുഖങ്ങളും ഈ രക്തധമനി അസുഖങ്ങളായി തുടർന്ന്, പക്ഷേ പല സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ അത് കൃത്യമായ പരിശോധനയോ അതല്ലെങ്കിൽ ഡയഗ്നോസോ ഇല്ലാതെ പലതരം ട്രീറ്റ്മെൻറ്റിന് ഇടപെട്ട് വളരെ ലേറ്റായിട്ട് ചില പേഷ്യൻസെങ്കിലും ഞങ്ങളുടെ വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതായിട്ട് കാണാം. വാസ്കുലർ സർജറി എന്നത് ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം അതാത് കശേരുക്കളിലേക്കും ഓർഗൻസിലേക്കും കൊണ്ടുപോകുന്ന രക്തധമനികളാണ്, പൈപ്പ് സിസ്റ്റം എന്ന് പറയാം. അതാണ് ഈ രക്തധമനി എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന മാതിരി ശുദ്ധരക്തക്കുഴലുകളുണ്ട്, അശുദ്ധ രക്തക്കുഴലുകളുമുണ്ട്. എന്നാൽ 80% അസുഖങ്ങൾ ശുദ്ധരക്തധമനികളുടെ പ്രയാസം കൊണ്ടുണ്ടാകുന്നതാണ്. അശുദ്ധ രക്തക്കുഴലുകളുടെ അസുഖങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എങ്കിലും കൂടുതലും അപകടസാധ്യതയും ഓരോരോ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയോ വളരെ വ്യത്യസ്തമായി ഒരു അസുഖമെന്ന രൂപേണ വരാനും സാധ്യതയുള്ളത് ശുദ്ധരക്തക്കുഴലിൻ്റെ അസുഖമാണ്. ഞാൻ ആദ്യമായി ശുദ്ധരക്തക്കുഴലിൻ്റെ അസുഖത്തിനെ പറ്റി പറയാം. ഇതിന് ഇപ്പോൾ നാം പറയുന്നത് രക്തധമനി രോഗങ്ങൾ എന്നാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. അതായത് ഇതിൽ ഉൾപ്പെടുന്നത് മഹാധമനിയിൽ നിന്നും പുറപ്പെടുന്ന ഓരോ അവയവങ്ങളിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പിൻ്റെ അംശം അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്നുകൂടി ആ അവയവങ്ങളിലേക്കുള്ള ശുദ്ധരക്തം പ്രവഹിക്കുന്നതിന് തടസ്സമുണ്ടാവുക. അത് ചെറിയൊരു തടസ്സം 60-70 വയസ്സുണ്ടായാൽ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവാം. പക്ഷേ അത് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതല്ല. 50% വരെ തടസ്സമുണ്ടെങ്കിലും ബാക്കി 50% കൂടെ ശുദ്ധരക്തത്തിൽ പ്രവഹിക്കാം. അതിൽ കൂടുതൽ 60, 70, 80, 90 ആ ലെവൽ വരും. പ്രത്യേകിച്ച് കംപ്ലീറ്റ് തടസ്സം വന്നു കഴിഞ്ഞാൽ ആ അവയവത്തിന് തന്നെ പ്രയാസം വരാം. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കാലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ കുറവ് കൊണ്ടാണ്. നമുക്ക് ആദ്യം നമ്മൾ വാദമെന്ന് 60-70 വയസ്സായുള്ള ആൾക്കാർ പണ്ട് പറയുന്ന അത് രക്തോട്ടം കുറഞ്ഞതിൻ്റെയാണ്. ആദ്യം നമുക്ക് 2-3 കിലോമീറ്റർ നടക്കുന്നത് പെട്ടെന്ന് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ നടക്കുമ്പോഴും ഈ മസിൽസിൽ കാഫ് മസിൽ, ഈ നീ ജോയിൻറ്റിൻ്റെ താഴെയുള്ള കാഫ് മസിൽസിന് നമുക്കവിടെ മസിൽ പിടുത്തന്മാരി ഉണ്ടാവുക. പിന്നീട് അത് ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ കാലിൽ തീരെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വെറുതെ ഇരിക്കുമ്പോൾ വേദന ഉണ്ടാവുക, കാലിൽ തനിയെ മുറിവുണ്ടാവുക, നീല നിറമുണ്ടാവുക. ഇതെല്ലാം അതിൻ്റെ ലക്ഷണം. അതേസമയം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കുറച്ച് ദൂരം നടക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവുക, ശ്വാസം മുട്ടുണ്ടാവുക, ചില ആൾക്കാർ ഹാർട്ട് അറ്റാക്കായിട്ടും വരാം. അതേമാതിരി തന്നെ തലച്ചോറിലേക്കുള്ള ഈ കരോട്ടിഡ് രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലേക്ക് മഹാധമനിയിൽ നിന്ന് പുറപ്പെടുന്ന രക്തക്കുഴൽ, അതിൽ കൊഴുപ്പിൻ്റെ അംശം വന്നു ചേർന്നാൽ അത് സാധാരണയായി പക്ഷാഘാതത്തിൻ്റെ ഒരു തുടക്കമാവാം. ആദ്യമേ പലർക്കും പക്ഷാഘാതത്തിൻ്റെ ചെറിയൊരു സംസാരിക്കാൻ പ്രയാസം, ഒരു കയ്യിന് കാലിന് ചെറിയൊരു തടസ്സം കുറച്ച് നിമിഷങ്ങൾ നേരം 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം 1 മണിക്കൂറോ ഉണ്ടായി തനിയെ ഭേദമാവും. തനിയെ ഭേദമാവുന്നത് അസുഖം ഭേദമായിട്ടല്ല, ചെറിയ തോതിലുള്ള അസുഖത്തിൻ്റെ പ്രാരംഭം എന്ന നിലയ്ക്ക് ഇതൊരു MD ഡോക്ടറെയോ പറ്റുമെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ കാണിച്ച് വേണ്ടത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നീടുള്ളത് മിക്ക അവയവങ്ങളുടെ പ്രവർത്തനത്തിലും ഒരു പങ്ക്, ഒരു സബ്സെറ്റ് ഈ ശുദ്ധരക്തം കുറയുന്നതാണ്. അത് വൃക്കയിലേക്കാവാം, ലിവറിലേക്കാവാം, പിന്നെ വയറ്റിലെയോ നെഞ്ചിലെയോ ഉള്ള ഏത് അവയവങ്ങൾക്കാവാം, പല അവയവങ്ങൾക്കും വരാം. അപ്പോൾ ഇതാണ് കൂടുതലായിട്ടും വാസ്കുലർ സർജറിയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. മരുന്നുകൊണ്ടുള്ള ചികിത്സയുണ്ട്. തുടക്കത്തിൽ അസുഖം നമുക്ക് മരുന്നുകൊണ്ട് ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാം. അതിൽ കൂടുതലായാൽ നമുക്ക് കീഹോൾ ഓപ്പറേഷൻ ചെയ്യാം. അത് പറ്റിയില്ലെങ്കിൽ തന്നെ തുറന്നൊരു ഓപ്പറേഷൻ. ഇനി അശുദ്ധ രക്തക്കുഴലിൻ്റെ അസുഖം എന്ന് പറയുന്നത് 2 മെയിനായിട്ട് വരുന്നത്. പല അസുഖങ്ങളുണ്ടെങ്കിലും വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ
രണ്ട് കാലുമേൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ കൂടുതൽ വരുന്നത്. അതും ചികിത്സിച്ച് വേഗമാകാം. പിന്നെയുള്ള ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, കാലിലുള്ള മെയിൻ രക്തക്കുഴലുകൾ, അതായത് മസിൽസിലും മജ്ജയിൽ നിന്നുമുള്ള രക്തം പ്രവഹിക്കുന്ന അതിൽ ക്ലോട്ട് ഉണ്ടാവുക. അത് പല കാരണങ്ങളുണ്ടാവാം. അസുഖം കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ആൾക്കാരുണ്ടാവാം, എന്തെങ്കിലും വെൻറ്റിലേറ്റർ കിടക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവാം, പ്രായാധിക്യം ഉണ്ടാവാം, രക്തത്തിൻ്റെ എന്തെങ്കിലും ദൂഷ്യമുണ്ടാവാം. ഇത് സാധാരണ 80% പ്രശ്നങ്ങളില്ലാതെ മരുന്നുകൊണ്ട് ചികിത്സിക്കാം. പക്ഷേ 10-15% ആൾക്കാർക്ക് ഇത് രക്തധമനി ഹൃദയത്തിലേക്കുള്ള പൾമണറി ആർട്ടിൽ പോയി ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാം. ഇതിനുള്ള ഡയഗ്നോസിസും പരിശോധനയും അതിൻ്റെ മനസ്സിലാക്കുകയും അതിൻ്റെ ചികിത്സയും ചെയ്യേണ്ടതാണ്. ചുരുക്കത്തിൽ ഇതാണ് എനിക്ക് ശുദ്ധരക്തത്തിൻ്റെ ധമനികളുടെയും അശുദ്ധ രക്തധമനികളുടെയും അസുഖപ്പറ്റി ചുരുക്കത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.